ഇത്തവണ യാത്ര ജോർദാൻ തലസ്ഥാനമായ അമ്മാനിലേക്കാണ്. ഗൾഫ് മാധ്യമം പത്രമാണ് ഇതിനുള്ള വേദിയൊരുക്കിയത്. ചരിത്രം മാത്രമല്ല, ജോർദാനിൻ്റെ വർത്തമാനങ്ങൾ കൂടി പങ്കുവെക്കുകയാണ് ഈ സഞ്ചാരത്തിലൂടെ. പല നാഗരികതകൾ, സമ്പന്നമായ ചരിത്രസ്ഥലികൾ, കാലം മായ്ക്കാത്ത പൂർവപ്രതാപ മുദ്രകൾ, ഇതൊക്കെയാകും ജോർദാൻ നഗരത്തിലേക്ക് ഇന്നും സന്ദർശകരെ ആകർഷിക്കുന്നത്. കാലുഷ്യം നിറഞ്ഞ അതിരുകൾക്കുള്ളിലാണ് ജോർദാന്റെ നിൽപ്പ്. UN-ഉം സാമ്രാജ്യത്വവും ചേർന്ന് അറബ് ഹൃദയത്തിൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ കുടിയിരുത്തിയപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വന്നു ജോർദാനും. മേഖല പ്രക്ഷുബ്ധമാണെങ്കിലും ജോർദാൻ താരതമ്യേന സുരക്ഷിതമാണ്. മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും പ്രിയപ്പെട്ട ചരിത്രപ്രധാന കേന്ദ്രങ്ങൾ, പോയകാല മനുഷ്യരുടെ അസാമാന്യമായ കായികശേഷിയുടെ അടയാളപ്പെടുത്തലുകൾ. എല്ലാ സന്ദർശകർക്കും ജോർദാൻ പ്രിയപ്പെട്ടതായി മാറുന്നതും വെറുതെയല്ല. ഇത് ജോർദാനിലെ ഏറ്റവും ഉയർന്ന മലകളിലൊന്ന്. ഇവിടെയാണ് സിറ്റാഡൽ. പല യുഗങ്ങളിൽ പുതുക്കിപ്പണിത മതിലുകളുടെ ശേഷിപ്പുകൾ. റോമൻ, ബൈസാറ്റിയൻ, ഉമയ്യദ് കാലഘട്ടങ്ങളുടെ സജീവ മുദ്രകൾ. ഹെർക്കുലിയസ് ക്ഷേത്രവും ഉമയ്യദ് കൊട്ടാരവും ഇന്നും സന്ദർശകരെ ആകർഷിക്കുന്നു. വാണിജ്യവും രാഷ്ട്രീയവും ആത്മീയതയും സംഗമിച്ച കേന്ദ്രം കൂടിയാണിത്. ചുറ്റുവട്ടത്തായി കൊട്ടമതിലുകളുടെ റൂയിൻസ്, അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുറേ കാലം ഇവരുടെ റോമക്കാരുടെ ആധിപത്യത്തിലായിരുന്നതിൻ്റെ അവരുടെ റോമൻ ടെമ്പിൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കുരിശ് യുദ്ധത്തിൻ്റെ ആ ഒരു സ്വാധീനം വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ഹെർക്കുലിയസിന്റെ റോമൻ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളായി 2 കൽത്തൂണുകൾ. നിരനിരയായി ജോർദാൻ ഭവനങ്ങളുടെ മായക്കാഴ്ചകൾ. ഇനി മ്യൂസിയത്തിലെ കാഴ്ചകൾ. പഴയകാലത്തിന്റെ ഗൃഹാതുര ചിഹ്നങ്ങൾ ഇവിടെയും സജീവമാണ്. മ്യൂസിയത്തിന് പിറകിലായാണ് ഉമയ്യദ് കൊട്ടാരത്തിന്റെ ബാക്കിവെപ്പുകൾ. AD 749 ഭൂകമ്പത്തിൽ തകർന്നടിയുകയായിരുന്നു കൊട്ടാരം. റോമൻ, സ്പാനിഷ്, ഇസ്ലാമിക വാസ്തുശില്പ മുദ്രകളുടെ സങ്കലനം ജോർദാൻ സിറ്റഡലിന്റെ തുടിപ്പുകളിലുണ്ട്. ഇനി അമ്മാനിലെ റോമൻ തിയേറ്റർ. കലയും സർഗാത്മകതയും കൈവിടാൻ കഴിയുമായിരുന്നില്ല രാജഭരണങ്ങൾക്ക്. നൂറ്റാണ്ടുകൾക്കപ്പുറം കാഴ്ചയുടെ മഹാവിസ്മയം ഒരുക്കുകയായിരുന്നു അവർ. സംഗീത സാന്ദ്രമായിരുന്നു ആ ചരിത്രം. തിയേറ്ററിന്റെ ഏതൊരു കോണിലിരുന്നാലും കാഴ്ചയും ശബ്ദവും ഒട്ടും മുറിപ്പെടാതെ ആസ്വാദകരിൽ വിരുന്നെത്തുന്നു. പ്രജാപതിക്കും സൈനികർക്കും സാധാരണക്കാർക്കുമായി ക്രമീകരിച്ച നിരവധി ഇരിപ്പിടങ്ങൾ, 6000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര വിശാലത. ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ് നമ്മൾ ശബ്ദം പുറപ്പെടുവിക്കുക, അതിൻ്റെ അനുരണനം അതികൃത്യമായിട്ട് അവിടെ ഇരിക്കുന്ന മഹാസഞ്ചയത്തിന് കേൾക്കാൻ പാകത്തിൽ ഉള്ള ഒരു അക്വസ്റ്റിക്സ് അവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോൾ അത് എങ്ങനെ സാധിച്ചു എന്നാണ്. അത്ര വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളാണ് ആ കാലത്തുണ്ടായിരുന്നത്. ചാവുകടൽ ബാക്കി നിർത്തുന്നതും മറ്റൊരു വിസ്മയം. പഞ്ചനക്ഷത്ര ഹോട്ടലുകളാൽ നിബിഡമാണ് ചാവുകടൽ തീരം. സാധാരണ കടൽവെള്ളത്തേക്കാൾ ഉപ്പിൻ്റെ സാന്ദ്രത 6 ഇരട്ടി കൂടുതൽ.
സമുദ്രനിരപ്പിൽ നിന്നും 427 മീറ്റർ താഴ്ന്നാണ് ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 9 കിലോമീറ്റർ നീളം, 15 കിലോമീറ്റർ ആയിട്ട് ലോകത്തിലെ ഒരേ ഒരു ഉപ്പ് തടാകം. അതിൽ നമ്മൾ കുളിക്കുകയാണെങ്കിൽ, നമ്മൾ അതിൽ പോവുകയാണെങ്കിൽ നമ്മൾ താന്നു പോകുകയില്ല. ഉപ്പിൻ്റെ സാന്ദ്രത വളരെ അധികമുണ്ട്. മാത്രമല്ല അതിൻ്റെ ഓരോ ദിവസവും ഈ ഒരു വണ്ടർ, നേച്ചറിൻ്റെ ഒരു വണ്ടർ ഇതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളും പലരും പറയുന്നു. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും ഗ്ലോബൽ വാർമിങ്ങിൻ്റെയും മനുഷ്യൻ തന്നെ വരുത്തി വെക്കുന്ന ചില വിനയുടെ ഭാഗമാണെന്നൊക്കെ പറയുന്നു. അത് ഓരോ വർഷവും അതിന് ഓരോ മീറ്റർ വീതം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു.